ഹായ് നമസ്കാരം, എൻ്റെ പേര് നാഫി. എൻ്റെ ഫ്രണ്ട്സിനുള്ളത് എല്ലാം എനിക്ക് വേണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ലെങ്കിലും അവരിൽ ചിലർക്കൊക്കെ ഉള്ളത് ഒരു കുഞ്ഞനുജത്തി, ഒരു പെങ്ങളുട്ടി എൻ്റെ വീട്ടിലും വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വീട്ടിലൊരു അനുജത്തിയുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മളും അവരും തമ്മിൽ ആ ഒരു ബോണ്ടും റിലേഷനും ആ ഒരു കെമിസ്ട്രിയൊക്കെ അത്തരത്തിലാണ്. ഇടയ്ക്കൊക്കെ അവരുടെ മിച്ചറി കയറ്റ് വാരാനും തല്ല് കൊടുക്കാനും തല്ല് കൊള്ളാനും സ്കൂളിൽ പോകുമ്പോൾ കണ്ണെഴുതി കൊടുക്കാനും മുടി കെട്ടി കൊടുക്കാനും നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ പൊട്ടത്തരങ്ങളൊക്കെ അവരുടെ തലയിൽ കെട്ടിവെക്കാനൊക്കെ ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ ഇങ്ങനെ ബോണ്ടുള്ളൊരു അനുജത്യം പ്രതീക്ഷിച്ച് നിൽക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിലേക്ക് ബോണ്ടാ പോലൊരു അനിയൻ്റെ കടന്നു വരും. ഇവൻ വന്നത് എൻ്റെ പ്രതീക്ഷകൾക്ക് മാത്രമല്ല, എൻ്റെ ജീവിതത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുണ്ടായിരുന്നു. ഫുൾ സ്റ്റോപ്പ് ഉണ്ട്, ഒരു ആശ്ചര്യ ചിഹ്നം വേണ്ടിയിട്ട്. ഇതിനേക്കാളും നന്നായിട്ട് ചേരാൻ ആശ്ചര്യ ചിഹ്നമാണ്. എന്താണെന്ന് വെച്ചാൽ ഇവൻ എന്നേക്കാളും ഒരു 3-4 വയസ്സ് ഇളയതാണെങ്കിലും ഒരു 19-20 വയസ്സാകുമ്പോഴേക്ക് ഇവൻ കയറി കറ്റാർവായിട്ട മുടി പോലെ തളർച്ചങ്ങ് വളരാൻ തുടങ്ങി. ഇവൻ വളരുന്നോറും ഇവൻ്റെ താടിയും ബോഡിയും വളരുന്നതിനനുസരിച്ച് പക്ഷിപ്പനി പിടിക്കുമ്പോൾ ചിക്കൻ്റെ റേറ്റ് കുറയില്ലേ, അതുപോലെ എൻ്റെ വില വീട്ടിൽ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരുന്നു. ഞാനും ഇവനും കൂടെ ഒരു തുണിക്കടയിൽ ഡ്രസ്സ് എടുക്കാൻ പോയാൽ അവിടുത്തെ ചേട്ടൻ ഇവനെ നോക്കിയിട്ട് വയ്ക്കും, ചേട്ടനേതാ സൈസ് എക്സൽ അല്ലേ? എന്നെ നോക്കിയിട്ട് വയ്ക്കും, മോനേതാ സൈസ് സ്മോൾ അല്ലേ? സ്വാഭാവികമായിട്ടും എൻ്റെ ഈഗോ അവിടെ വർക്കൗട്ടായി. പക്ഷേ യഥാർത്ഥ പ്രശ്നം തുടങ്ങുന്ന അവിടെ അല്ല. ഇത്രയും വലിയ പോത്തുപോലെ എന്നെ വെച്ചിട്ട് വീട്ടിൽ എൻ്റെ ഉമ്മ അവന് പെണ്ണാലോചിക്കാൻ തുടങ്ങി. എനിക്കതിൽ വിഷമമൊന്നുമില്ല, എന്നാൽ ഞാൻ പറയാണ്, പെണ്ണാലോചിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ ഇത്രയും വലിയ എന്നെ വെച്ച് ഉമ്മ എങ്ങനെയാണ് അവന് പെണ്ണാലോചിക്കുക? ഞാനല്ലേ മൂത്തത്, നാട്ടുകാരൊക്കെ എന്ത് പറയും? നാട്ടുകാരെന്ത് പറഞ്ഞാൽ സാരില്ല, പക്ഷെ നിനക്കില്ലാത്തൊരു സാധനം അവനുണ്ട്. എനിക്കില്ലാത്ത എന്താണ് അവനുള്ളത്? കുറച്ച് താടിയും പൊടി, അത് വേണേൽ ഞാനും ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. താടിയും പൊടിയല്ല, ആ താടിയും പൊടിയും വെച്ച് അവൻ ജിമ്മ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ നിന്ന് അവന് വരുമാനമുണ്ട്. അതുകൊണ്ടാണ് അവന് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. ഈ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. ഈ അവസ്ഥയിൽ നമുക്ക് വീട്ടിലുണ്ടായിരിക്കുന്ന ഒരു വില നമുക്ക് മനസ്സിലായി. വീട്ടിൽ എന്തെങ്കിലും ഒരു വില ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ എന്താണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ആലോചിച്ച് തുടങ്ങുമ്പോഴാണ് ദൈവം വെച്ച ദൂതനെ പോലെ വീട്ടിലേക്ക് ഒരു ബംഗാളി വിളിക്കുന്നത്. ബംഗാളി വിളിക്കുന്ന എന്തിനാ വെച്ചാൽ വീട്ടിലൊരു ഇന്ത്യൻ ടോയ്ലറ്റ് പണിയാനാണ്. ഇന്ത്യൻ ടോയ്ലറ്റ് അറിയാലോ, ഈ വലത്തേക്കാലും ഇടത്തേക്കാലും വെക്കുന്ന സെപ്പറേറ്റ് ഉള്ള സാധനം. അപ്പോൾ ഉമ്മാനോട് ഞാൻ പറഞ്ഞു, ഉമ്മ ഈ പങ്കാളിയുള്ളപ്പോൾ വേറൊരു ബംഗാളിയും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പണിതോളാം എന്ന് പറഞ്ഞു. ഉമ്മ പറഞ്ഞു ആയിക്കോട്ടെ, മോൻ പണിയൊക്കെ പണിതോന്ന് പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് ആ ഇന്ത്യൻ ക്ലോസറ്റ് മൊത്തം പണിതു. ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ, ഈ വലത്തേക്കാലും വെക്കുന്ന സാധനം ഇല്ലേ, അത് കുറച്ചൊന്ന് പൊങ്ങിപ്പോയി. ഇപ്പം എൻ്റെ 70 വയസ്സുള്ള അപ്പാപ്പൻ വരെ ബാത്റൂമിൽ ഇരിക്കുന്ന ബൈക്കിൻ്റെ കിക്കർ അടിക്കാൻ നിൽക്കുന്ന പോലെ. ആ നിപ്പിൽ തന്നെ ഒരു സ്പെക്സും കൂടെ ഇട്ടെടുത്താൽ കൃഷിയിലെ ഋത്തിക് റോഷൻ ബാക്കിൽ നിൽക്കും. ഇപ്പോൾ ഞാൻ ചെയ്ത ആ പണി കൂടെ പാളിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഉള്ള വില കൂടെ പോയി എന്ന് മനസ്സിലായില്ലേ. എന്തെങ്കിലും ഒരു വില ഉണ്ടാക്കാൻ ചരിത്രമൊന്നും സൃഷ്ടിക്കണ്ട, നമ്മൾ അനിയൻ്റെ റൂട്ടിൽ തന്നെ പോകാമെന്ന് വിചാരിച്ച് ഞാൻ താടിയും ബോഡി ഉണ്ടാക്കിയിട്ട് ജിമ്മ് തുടങ്ങാൻ തന്നെ തീരുമാനിച്ചു. ഇറങ്ങി ജിമ്മ് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചിറങ്ങി. എനിക്ക് താടിയില്ലല്ലോ. അപ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി എനിക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്തത്. യൂട്യൂബിൽ അവരുടെ കുട്ടി അപ്പിടുന്നില്ലെന്ന് പറഞ്ഞ് ചേച്ചി പോയിട്ട് വൈ മൈ പുള്ള ഡിഡിൻ്റെ അപ്പിട്ടുടേ എന്ന് അടിച്ചു നോക്കുന്നു. ആ കൊള്ളാൽ പരിപാടി, കുട്ടി അപ്പിടാത്തതിന് യൂട്യൂബിൽ വൈ മൈ പുള്ള ഡിഡിൻ്റെ അപ്പിട്ടുടേ. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത്ര പോലും ഇംഗ്ലീഷ് അറിയാത്ത ചേച്ചിക്ക് അതിനുള്ള ഉത്തരം കിട്ടുമെങ്കിൽ എൻ്റെ താടിക്കുള്ള ഉത്തരം അതിലുണ്ടാവുമെന്ന് മനസ്സിലായിട്ട് ഞാൻ പോയി സെർച്ച് ചെയ്തു ഹൗ ടു ഗെറ്റ് താടി. അപ്പോൾ വന്ന റിസൾട്ടാണ് 2 മിനിറ്റിൽ അച്ഛനെ ഉണ്ടാക്കാം. ഇതിലും എളുപ്പമായി അച്ഛനെ ഉണ്ടാക്കുന്ന മറ്റൊരു വീഡിയോ ഇല്ല. അച്ഛൻ ഇതാ എളുപ്പത്തിൽ റെഡി. അപ്പോഴാണ് എനിക്ക് സംഗതി മനസ്സിലായത്. ഞാൻ സെർച്ച് ബാറിൽ ഒന്നുകൂടെ പോയി നോക്കി, ഹൗ ടു ഗെറ്റ് താടി എന്നതിന് പകരം ഹൗ ടു ഗെറ്റ് ഡാഡി എന്നായിരുന്നു ഞാൻ അടിച്ചത്. അപ്പോൾ ആ സംഗതിയും പാളി. അതിനുശേഷം യഥാർത്ഥ വീഡിയോ എനിക്ക് കിട്ടി. ആ വീഡിയോയിൽ അയാൾ ചെറുതായിട്ട് പറയുന്നുണ്ടായിരുന്നു, ആവണക്കെണ്ണ ഉപയോഗിക്കുക, പക്ഷെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടില്ല. സാധാരണ നമ്മൾ ബോഡിയിൽ പിടിക്കാനുള്ള സാധനങ്ങളൊക്കെ ഈ കസ്തൂരി, കുങ്കുമം അങ്ങനത്തെ സാധനങ്ങളൊക്കെ പാലിൽ ചേർത്തല്ലേ കഴിക്കാറ്. ഞാനും അതുപോലെ ഒരു പാക്കറ്റ് പാലും വാങ്ങി. ഒരാവണക്കെണ്ണെന്നാണ് പറഞ്ഞത്. എൻ്റെ അനിയൻ അത്യാവശ്യം താടി ഉണ്ടല്ലോ, അതിലും താടി വരണമെന്ന് വിചാരിച്ച് 2 ആവണക്കെണ്ണ വാങ്ങി നന്നായിട്ട് കലക്കി അങ്ങ് കുടിച്ചു. 2 ദിവസം കൊണ്ട് താടി വരുന്ന പറഞ്ഞത്. ആ 2 ദിവസം താടിക്ക് പ്രത്യേകിച്ച് വളർച്ച ഒന്നുമില്ലെങ്കിലും നല്ല ചോർച്ച ഉണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ തളർന്നില്ല. 2 ദിവസം നന്നായിട്ട് തളർന്നു കിടന്നു. ആ തളർച്ച മാറി എഴുന്നേറ്റപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് അതുപോലെ തന്നെ ഒരു ബോട്ടിൽ ആവണക്കെണ്ണ വാങ്ങി എന്നെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്ത് ചേച്ചി കൊണ്ടുകൊടുത്തിട്ട് പറഞ്ഞു, ചേച്ചി എൻ്റെ താടി പ്രശ്നത്തിനേക്കാൾ ഉത്തമം ഇത് ചേച്ചിയുടെ അപ്പി പ്രശ്നത്തിനാണ്, ഇത് ചേച്ചി തന്നെ വെച്ചോ.